കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ 2 തരം ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്ന് കാണിക്കുന്നത്. രണ്ടിനും വളരെ ചെറിയ സമയം മാത്രമേ ആവശ്യമുള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള 2 ബ്രേക്ക്ഫാസ്റ്റ് ആണ് ട്ടോ. ആദ്യം കാണിക്കുന്നത് ഒരു ടിഷ്യൂ പേപ്പർ ദോശയാണ്. അത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ വേണ്ടിയിട്ട് തയ്യാറാക്കി എടുക്കുന്ന ഒരു അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശയാണ്. പിന്നെ റവ, അതായത് തരി വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി ഊത്തപ്പവും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ടിഷ്യൂ പേപ്പർ ദോശ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. രണ്ടാൾക്ക് കഴിക്കാനുള്ള ദോശയുടെ ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ കാണിക്കുന്നത്. അരക്കപ്പ് ജീരകശാല റൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ജീരകശാല റൈസോ കൈമ റൈസോ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇനി പച്ചരി വെച്ചിട്ടും ചെയ്യാം. പച്ചരിക്ക് ടേസ്റ്റ് കുറച്ച് കുറവായിരിക്കും, എന്നാലും പച്ചരി വെച്ചിട്ടും നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ അരക്കപ്പ് ജീരകശാല അരി നല്ലപോലെ കഴുകി എടുത്തിട്ട് ഞാനിതിൽ വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. 1 മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഇതിങ്ങനെ കുതിർത്തെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്കിത് നല്ല സ്മൂത്തായിട്ട് അങ്ങ് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. കുറഞ്ഞത് 1 മണിക്കൂർ കുതിർത്തെടുക്കുക. ഇപ്പോൾ നമുക്ക് രാവിലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ രാത്രി വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. ഓവർനൈറ്റ് കുതിർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിതിവിടെ അടച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം നമ്മുടെ അരി നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിലെ വെള്ളം മുഴുവൻ കളഞ്ഞതിന് ശേഷം ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം നമുക്കിതിലേക്ക് 1/4 കപ്പ് ചോറ്, വേവിച്ച ചോറ് ചേർത്ത് കൊടുക്കാം. അരക്കപ്പ് അരിക്ക് 1/4 കപ്പ് ചോറാണ് വേണ്ടത്. പിന്നെ ഒരു മുട്ടയും കൂടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ അങ്ങ് അരച്ചെടുക്കാം. അരച്ചെടുത്ത മാവ് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒട്ടും തരിയില്ലാതെ നല്ല പോലെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം അരി അരച്ച മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് അതും കൂടി നമ്മുടെ അരിയിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ നമ്മുടെ മാവ് നല്ല വെള്ളം പോലെ ഇരിക്കണം, ഒട്ടും കട്ടി ഉണ്ടാവാൻ പാടില്ല. നല്ല പച്ച വെള്ളം പോലെ ഇങ്ങനെ ഇരിക്കണം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റാണ് കേട്ടോ. ആ ഒരു രീതിയിൽ ചേർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ദോശ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അളവും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈങ് പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചൂടായ പാനിലോട്ട് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു മാവ് കുറച്ചൊരു തവിയൊന്നും വേണ്ട കേട്ടോ. ഒരു തവിയുടെ 1/3 ഭാഗവും മറ്റേ ആവശ്യമുള്ളൂ. അത്രയും നേരിയതായിട്ടാണ് നമ്മൾ ഈ ദോശ ഉണ്ടാക്കുക. മാവ് ഒഴിക്കുന്നതിന് മുന്നേ ഈ പാൻ നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കുക. ഒരു കയ്യിൽ പാൻ ഇതുപോലെ പിടിച്ചതിന് ശേഷം മറ്റേ കൈ കൊണ്ട് മാവ് ഒഴിക്കുക. മാവ് ഒഴിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക. എങ്കിൽ മാത്രമേ നല്ല നേരിയതായിട്ട് കിട്ടുള്ളൂ. ഇതുപോലെ വളരെ നേരിയതായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അതിന് വേണ്ടിയിട്ടാണ് പാൻ നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് ഒഴിക്കുമ്പോൾ തന്നെ, മാവ് ഒഴിക്കുമ്പോൾ തന്നെ ചുറ്റിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ മുകളിൽ കുറച്ച് പശുവിൻ നെയ്യ് ചേർക്കുന്നുണ്ട്. നല്ലൊരു രുചിക്ക് വേണ്ടിയിട്ടാണ്. ഇതൊട്ടും നിർബന്ധമൊന്നുമില്ല. നെയ്യ് ഇഷ്ടമല്ലാത്തവർ ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം നെയ്യില്ലെങ്കിൽ പോലും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു ദോശ റെഡിയായി കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് കുറച്ച് സമയം മതി കേട്ടോ. വളരെ നേരിയതായതുകൊണ്ട് വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും. അതുപോലെ തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും ഈ ദോശ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ക്രാക്സ് ഒന്നും തന്നെ ഇല്ല. നല്ല നേരിയതായിട്ട് നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ടിഷ്യൂ പേപ്പർ പോലെ തന്നെയാണ് ഉണ്ടാവുക. വളരെ നേരിയതായിട്ട് നമ്മൾ ഇങ്ങനെ മടക്കി വെച്ച് കഴിഞ്ഞാലൊക്കെ ടിഷ്യൂ പേപ്പർ മടക്കിയതുപോലെയാണ് ഉണ്ടാവുക. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടില്ലേ, നല്ല നേരിയതായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. ബാക്കിയുള്ള ദോശ മുഴുവനും നമുക്ക് ഇതേപോലെ ചുട്ടെടുക്കാം. നമ്മൾ തക്കാരത്തിനൊക്കെ കുറേ ഉണ്ടാക്കുകയാണെങ്കിൽ 2 പാൻ വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല എളുപ്പത്തിൽ അങ്ങ് തീരും. കാരണം നേരിയ ദോശ ആയതുകൊണ്ട് കുറേ അധികം ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ 2 പാനൊക്കെ വെക്കുകയാണെങ്കിൽ ഒരാൾക്ക് തന്നെ 2 പാൻ വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ദോശ മുഴുവൻ ചുട്ടെടുത്തിട്ടുണ്ട്. നമ്മുടെ നല്ല ടിഷ്യൂ പേപ്പർ ദോശ കണ്ടില്ലേ, ടിഷ്യൂ പേപ്പർ പോലെ തന്നെ ഉണ്ട്, ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറിയുടെ കൂടെയൊക്കെ നല്ലതാണ്. വെറുതെ കഴിക്കാൻ പോലും നല്ല രുചിയാണ് കേട്ടോ. എങ്കിലും നമ്മൾ ഡിന്നറിനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ചിക്കൻ കറിയോ മട്ടൻ കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെജിറ്റബിൾ കുറുമ, അതിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. അടുത്തതായിട്ട് നമുക്ക് റവ, അതായത് തരി വെച്ചിട്ട് എങ്ങനെയാണ് അടിപൊളി രുചിയുള്ള ഊത്തപ്പം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഊത്തപ്പം നമ്മൾ സാധാരണ ഉഴുന്നൊക്കെ ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത്. ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കുതിർത്ത് വെക്കുക ഒന്നും തന്നെ വേണ്ട. നമുക്ക് വളരെ പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കാം.
ആദ്യം നമുക്ക് മിക്സിയുടെ ഒരു ജാറിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത്. വറുത്തതാണെങ്കിലും വറുക്കാത്ത റവയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. വറുത്തതാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഊത്തപ്പം ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ 1 കപ്പ് റവ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് തൈരാണ് ചേർക്കുന്നത്. നല്ല പുളിയുള്ള തൈര് തന്നെയാണ് എടുത്തിരിക്കുന്നത്. പുളിയില്ലാത്ത തൈരാണെങ്കിൽ ഒരു 1/4 കപ്പ് വരെ ചേർക്കാം. അപ്പോൾ 1/2 കപ്പ് തൈര് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നല്ലതുപോലെ അരച്ചെടുക്കാം. അരച്ചെടുത്ത മാവ് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുക്കാതെ മിക്സിയിൽ അരക്കാതെ നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഇതെല്ലാം കൂടി മിക്സ് ആക്കിയാലും മതി കേട്ടോ. പക്ഷേ എൻ്റെ റവ കുറച്ച് വണ്ണമുള്ള തരികളായതുകൊണ്ടാണ് ഞാൻ അരച്ചത്. നേരിയ തരിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് അരക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നമ്മുടെ മാവ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും, കുറച്ച് തിക്കായിട്ടാണ് ഉള്ളത്. ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഊത്തപ്പം നല്ല ഹാർഡായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ കുറച്ച് സോഫ്റ്റായിട്ട് കിട്ടണമെങ്കിൽ കുറച്ച് മാവ് ലൂസാക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ സാധാരണ ഉഴുന്ന് മാവ് കൊണ്ടാണ് ഊത്തപ്പം ഉണ്ടാക്കുന്നത്. അത്രയും തിക്കായിട്ട് വേണ്ട, കുറച്ചുകൂടി ലൂസായിട്ട് മതി ഈ ഒരു റവ വെച്ചിട്ടുള്ള മാവ്. അപ്പോൾ ഇത് നമ്മുടെ മാവ് റെഡി ആയി കഴിയുമ്പോൾ നമുക്കിതിവിടെ അടച്ച് വെക്കാം. ഒരു 15-20 മിനിറ്റ് വരെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഒരു 15 മിനിറ്റ് നമുക്കിതിങ്ങനെ അടച്ച് വെക്കാം. അങ്ങനെ ഒരു 15 മിനിറ്റ് അടച്ചു വെച്ച മാവാണിത്. അപ്പോൾ ഒന്നുകൂടി ഇളക്കി നോക്കുക. ചിലപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് കട്ടിയായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. നമ്മളിത് വെച്ചിരിക്കുന്ന സമയത്ത് കുറച്ചുകൂടി തിക്കായി വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. പക്ഷേ ഇവിടെ ഈ മാവ് അധികം തിക്കായിട്ടൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഞാനിതിലിനി വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇനി നമുക്ക് മറ്റൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഊത്തപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ച് സവാള, ഒരു സവാളയുടെ പകുതിയോളം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, അതൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മുകളിൽ ഇട്ട് കൊടുക്കാനുള്ള സാധനങ്ങളാണ് കേട്ടോ. ഇതെല്ലാം ഞാൻ മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സവാള ആദ്യം ബൗളിലിട്ടതിന് ശേഷം നമുക്ക് കുറച്ച് തക്കാളി അരിഞ്ഞതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളിയുടെ കുരുവും വെള്ളമൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ കട്ട് ചെയ്തത്. ഏകദേശം ഒരു ചെറിയ തക്കാളി, പിന്നെ കുറച്ച് പച്ചമുളക്, 1-2 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത്, കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്യാരറ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് മുകളിൽ ഇട്ട് കൊടുക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. എല്ലാം കൂടി ഓരോന്നോരോന്നായിട്ട് ഇടണ്ടല്ലോ, എല്ലാം കൂടി ഒരുമിച്ച് ഇടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാൻ നല്ലതുപോലെ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചിട്ട് ചുറ്റിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. കാരണം നമ്മുടെ മാവ് അധികം കട്ടിയൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ചുറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ മാവ് ഒഴിച്ച് കഴിയുമ്പോൾ ഇതാ ഇങ്ങനെ ഹോള് നിറയെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. വന്ന് തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ റെഡിയാക്കി വെച്ച വെജിറ്റബിൾസ് ഉണ്ടല്ലോ, സവാളയും തക്കാളിയും ഒക്കെ, അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം ഡ്രൈ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് മുകളിൽ നിന്നും നമ്മൾ എടുക്കുന്ന സമയത്ത് ഇളകി വരും. അതുകൊണ്ട് നല്ലോണം ഡ്രൈ ആകുന്നതിന് മുന്നേ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ അങ്ങ് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ തിരിച്ചിടുന്ന സമയത്തൊന്നും തന്നെ ഇത് ഇളകി പോവില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ ഒരു ഭാഗം റെഡി ആയി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കഴിഞ്ഞാലും പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വെജിറ്റബിൾസൊക്കെ കൂടി ഈ ഊത്തപ്പത്തിൽ അങ്ങനെ ഒട്ടിപ്പിടിച്ച് നിന്നോളും. പിന്നെ നമ്മൾ ഉഴുന്ന് മാവ് വെച്ചിട്ടുള്ള ഊത്തപ്പത്തിനേക്കാളും കുറച്ച് കൂടുതൽ സമയം എടുക്കും റവ വെച്ചിട്ടുണ്ടാക്കുന്ന മാവാകുമ്പോൾ. കാരണം അത് വെന്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ സമയം എടുക്കും. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. പെട്ടെന്ന് തന്നെ അങ്ങ് റെഡിയായി കിട്ടില്ല. ഉഴുന്നിൻ്റേതാകുമ്പോൾ നമുക്ക് വേഗം വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. ഇത് അത്രയും ഫാസ്റ്റ് അല്ല. എന്നാലും ഒരുപാട് സമയമൊന്നും വേണ്ട, അതിനേക്കാളും കുറച്ചധികം സമയം എടുക്കും. അപ്പോൾ ഇത് 2 വശവും നല്ലതുപോലെ ഇങ്ങനെ വെന്ത് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ള ഊത്തപ്പം മുഴുവനും നമുക്കിതേപോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഒരു മാവ് വെച്ചിട്ട് ഒരു 6-7 ഊത്തപ്പം അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഊത്തപ്പം ഉണ്ടാക്കിയിട്ട് കഴിക്കുന്ന സമയത്താണ് ഇതിൻ്റെ മുകളിൽ നെയ്യ് പുരട്ടി കൊടുക്കുന്നത്. ചൂടോടുകൂടെ കഴിക്കണം കേട്ടോ, തണുക്കാൻ വെച്ചാൽ ഇത് ടേസ്റ്റ് ഉണ്ടാവില്ല. രാവിലെയൊക്കെ ഉണ്ടാക്കിയാൽ പെട്ടെന്ന് തന്നെ അങ്ങനെ ചൂടോടെ കഴിക്കുന്നതായിരിക്കും ടേസ്റ്റ്. അപ്പോൾ കഴിക്കുന്ന സമയത്ത് മുകളിൽ നെയ്യും കൂടി പുരട്ടുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഓയിലോ നെയ്യോ ഒന്നും തന്നെ പുരട്ടിയിട്ടില്ല. കഴിക്കുന്ന സമയത്താണ് കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഊത്തപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് മുട്ട റോസ്റ്റാണ് കേട്ടോ. ഈ മുട്ട റോസ്റ്റിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ 2 തരം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോയും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വീഡിയോ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. താങ്ക്